Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillah. Wassalatu wassalamu ala ashrafir rasulillah wa ala alihi wa ashabihi al-faizin billah. ബഹുമാനികളെ, ഇന്ന് ഹിജറ 1441 ഷഅബാൻ 18 അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്തുകളിൽ ശ്രദ്ധേയമായ ഒരു സ്വലാത്താണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. മഹാനായ ഗൗസുൽ ആദമിന്റെ സ്വലാത്ത് നാം ഒന്ന് ഇന്നലെ കേട്ടു. ഗൗസുൽ ആദമിൻ്റേത് തന്നെ എന്ന് പറയപ്പെടുന്ന മറ്റൊരു സ്വലാത്താണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. മഹാനവറുകൾക്ക് ധാരാളം സ്വലാത്തുകളുണ്ട്. മഹാനവറുകളുടെ ഫുയൂദാത്തുർ റബ്ബാനിയ എന്ന് പറയുന്ന മഹാനവറുകളുടെ ഹിസ്ബ് രേഖപ്പെടുത്തിയ കിതാബിലും അതുപോലെ മറ്റു പല കിതാബുകളിലും ബഹുമാനപ്പെട്ടവരുടെ സ്വലാത്തുകൾക്ക് മഹാനായ നാവൽ സിമാമിനെ പോലുള്ള ആളുകൾ വ്യാഖ്യാനം എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഗൗസുൽ ആദം സ്വലാത്ത് ധാരാളം പ്രചരിപ്പിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്ത മഹാനാണ്. മഹാനുഭാവന്റെ ഈ പറയപ്പെടുന്ന ഇന്ന് പറയുന്ന സ്വലാത്തിനെ കുറിച്ച് ഇമാം ദൈറബി പറയുന്നത് അന്നഹു വജദഹ മൻകൂശത്തൻ ഫീ ഹുജ്രിൻ അലാ ബാബി ഗാരിൻ ഫീ സമനി സിയാഹതി. മഹാനായ ഗൗസുൽ ആദം അള്ളാഹുവിന്റെ സുലൂക്കിന്റെ വഴിയിൽ ദേശാടനം നടത്തി ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത്ഭുതങ്ങൾ പലതും കണ്ട കൂട്ടത്തിൽ, പലതും അനുഭവിച്ച കൂട്ടത്തിൽ ഒരു ഗുഹയുടെ ഉള്ളിൽ രേഖപ്പെടുത്തപ്പെട്ടതായിട്ടാണ് മഹാനവറുകൾ ആദ്യമായി ഇത് കണ്ടത്. പിന്നീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ ദർശിക്കുകയും ഈ സ്വലാത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേടുകയും ചെയ്തിട്ടുണ്ട് എന്ന് അതിൽ കാണാം. മാത്രമല്ല, ഇത് 50,000 സ്വലാത്തുകൾക്ക് കിടയൊക്കുന്ന ഒരു സ്വലാത്താണ് എന്ന് ബഹുമാനപ്പെട്ടവർ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം 50,000 സ്വലാത്തിന് കിടയൊക്കുന്നതാണെന്ന് പറഞ്ഞ ഗൗസുൽ ആദം തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ശേഷം സ്വപ്നത്തിൽ ദർശിച്ചപ്പോൾ ഫസഅലഹു അൻഹാ, ഈ സ്വലാത്തിനെ കുറിച്ച് ഈ അന്വേഷണം നടത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഹിയ ബിസ്സബഈന അൽഫി സ്വലാത്ത്, അത് 70,000 സ്വലാത്തിന് കിടയൊക്കുന്നതാണ്. അപ്പോൾ അത്രയും ബഹുമാനമുള്ള നല്ല ഒരു സ്വലാത്താണ്. മാത്രമല്ല, ഇമാം യൂസുഫ് നബാനി തങ്ങള് അദ്ദേഹത്തിന്റെ സഹാദത്തിൽ ഈ സ്വലാത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് 25ാമത്തെ സ്വലാത്തായിട്ട്. ദൈറബി ഇമാമിന്റെ ഉദ്ധരണിയിലും ഇമാം യൂസുഫ് നബാനി തങ്ങളുടെ റിപ്പോർട്ടിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും നമുക്കൊക്കെ വളരെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ നല്ല അർത്ഥവത്തായ ഒരു സ്വലാത്താണിത്. നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാനും അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാനും ഒരുപാട് നൽകാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നല്ല സ്വലാത്താണ്. ഞാനൊന്ന് വായിക്കാം. اللهم صل على سيدنا ومولانا محمد بحر أنوارك ومعدن أسرارك ولسان حجتك وعروس مملكتك وإمام حضرتك وطراز ملكك وخزائن رحمتك وطريق شريعتك المتلذذ بمشاهدتك إنسان عين الوجود والسبب في كل موجود عين أعيان خلقك المتقدم من نور ضيائك صلاة تحل بها عقدتي وتفجج بها كربتي صلاة ترضيك وترضيه وترضى بها عنا يا رب العالمين عدد ما أحاط به علمك وأحصاه كتابك وجرى به قلمك وعدد الأمطار والأحجار والأشجار وملائكة البحار وجميع ما خلق مولانا من أول الزمان إلى آخره والحمد لله وحده. ഇതിലെ ബഹുമാനപ്പെട്ട ദൈറബി ഇമാമിന്റെ റിപ്പോർട്ടിൽ ചെറിയ ചില മാറ്റങ്ങൾ, വതുഫരിജു ബിഹാ ഖുർബത്തി എന്നുള്ളതിന് ശേഷം വതുങ്കിദുനി ബിഹാ മിൻ വഹദത്തി വതുഖീലു ബിഹാ അത്റത്തി വതഖ്ലി ബിഹാ ഹാജത്തി എന്ന് കുറച്ച് കൂടുതൽ കൂട്ടിയതായി കാണാൻ കഴിയും.
സൗകര്യമുള്ള, അതുപോലെ തന്നെ അംപാരി വൽ അഹിജാരി കഴിഞ്ഞതിന് ശേഷം റിമാലി വ ഔറാത്തിൽ അഷ്ജാരി വ അംവാജിൽ ബിഹാരി വ മിയാഹിൽ ഉയൂനി വൽ ആബാരി വൽ അൻഹാരി വ ജമീഅ മാ ഖലഖ മൗലാന. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട ദൈറമി ഇമാമിന്റെ റിപ്പോർട്ടിൽ ചെറിയൊരു മാറ്റമുള്ളത്. ഏതായാലും ഇത് പല കിതാബുകളിലും ഈ സ്വലാത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏതൊരു സ്വലാത്തും ആയുഷ്കാലത്തിൽ ഒരു വട്ടമെങ്കിലും ചെയ്യുക എന്നൊരു പ്രതിജ്ഞ നമുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് നൽകപ്പെടുന്ന ആളുകൾ ആയുഷ്കാലത്തിൽ ഒരിക്കൽ എന്ന രൂപത്തിലാണ് ഞാൻ പറയുന്നത്. സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കണം. അത് ദിനേന ചെല്ലാൻ പറ്റുന്നവർ അങ്ങനെ ചെല്ലുക, അല്ല ആഴ്ചയിൽ ഒരിക്കൽ ചെല്ലാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. ഈ പറയപ്പെടുന്ന സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചൊല്ലി എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. റഹ്മുർ-റഹീമിനെ റബ്ബ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീൻ മുഹമ്മദുൽ ഖദറമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അൽ-ലിവാഉൽ മുഅല്ലിമിൽ പറഞ്ഞിട്ടുള്ള സ്വലാത്ത് ചെല്ലൽ സുന്നത്താകുന്ന 32ാമത്തെ സ്ഥലമായി ബഹുമാനപ്പെട്ടവർ പരിചയപ്പെടുത്തുന്നത് ഇൻദ തദ്രീസിൽ ഇൽമി വ ഖിറാഅത്തി വ ഇൽഖായിൽ വഅദി വ നഹ്വി ദാലിക. വയല് പറയുന്ന ആള്, വയല് കേൾക്കുന്ന ആള്, ദർസ് നടത്തുന്ന മുദരിസ്, കേൾക്കുന്ന മുതഅല്ലിമ്, എല്ലാവരും ചിലപ്പോ ഉസ്താദ് മാത്രം സ്വലാത്തൊക്കെ ചെല്ലും, ഹംദും സലാത്തും ബിസ്മിയും ഹംദും സലാത്തൊക്കെ ചെല്ലും. കേൾക്കുന്ന മുതഅല്ലിമ് അത് ചെല്ലൂല. അതുപോലെ വയല് പറയുന്ന ഉസ്താദ് ചെല്ലും, കേൾക്കുന്നവർ ചെല്ലൂല. അങ്ങനെയല്ല വേണ്ടത്. എല്ലാവരും ഹംദും സ്വലാത്തും ഒക്കെ ചെറിയ നിലക്ക് ചെല്ലുക. കേൾക്കുന്നത് ഒരു വിവാദത്താണല്ലോ. ആ നിലക്ക് റഹ്മുർ-റഹീമിനെ റബ്ബ് നമുക്കതിന് ഭാഗ്യം തരട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇത്തരം ഘട്ടങ്ങളിലെല്ലാം സ്വലാത്ത് ചെല്ലൽ പ്രത്യേകമായ സുന്നത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ഭാഗ്യശാലികളിൽ നമ്മൾ പെടുത്തി തരുമാറാകട്ടെ. അസ്സലാമു